കുറച്ചുകൂടി പ്രസംഗിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സദസ്സ് ഒരുമിച്ച് കൂട്ടിയത് മൗലിദ് പാരായണത്തിന് വേണ്ടിയാണ്. ഏതായാലും കുറഞ്ഞ സമയമുള്ള ആ പ്രസംഗം തികച്ചും കാര്യമാത്ര പ്രസക്തവും പഠനാർഹവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദായ ഫദ്ൽ കൊണ്ട് അദ്ദേഹത്തിന് അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തകർ, പ്രാസംഗന്മാർ ഒക്കെ നല്ല ആരോഗ്യം നൽകട്ടെ. ആരോഗ്യത്തോടു കൂടി വളരെ ദീർഘമായ ആയുസ് പ്രദാനം ചെയ്യട്ടെ. ആക്കോട് ഉസ്താദിന്റെ സേവനം നമുക്ക് കണ്ണൂർ ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമാണ്. മലപ്പുറക്കാരനാണെങ്കിലും അല്ലേ, നമുക്കാണ് അദ്ദേഹത്തെ കൂടുതലായി ലഭിക്കുക. ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനഭ്യർത്ഥിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നമുക്ക് വേഗം മൗലിദ് പാരായണത്തിലേക്ക് നീങ്ങാം. മഹാനായ PKP ഉസ്താദ് റബീഉൽ അവ്വൽ വലിയ പ്രധാനപ്പെട്ട മാസമാണ്, എല്ലാവരും മൗലിദ് ചൊല്ലണം എന്ന് പറഞ്ഞു അല്ലേ. റബീഉൽ അവ്വൽ വലിയ പ്രധാനപ്പെട്ട മാസമാണ്. നമുക്ക് 12 മാസങ്ങളിൽ 2 മാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. ഏതൊക്കെയാണ് 2 മാസങ്ങൾ? റമദാൻ മാസവും റബീഉൽ അവ്വൽ മാസവും. റമദാൻ മാസത്തിന് എന്താണ് പ്രാധാന്യം? അത് ഖുർആൻ തന്നെ പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ശഹ്റു റമദാന, റമദാൻ മാസം, അല്ലദീ ഒരു മാസമാണ്, ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അപ്പൊ റമദാൻ മാസത്തിന്റെ പ്രാധാന്യം എന്താണ്? ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ളത്. റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം എന്താണ്? അത് ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിച്ച അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈ ലോകത്തേക്ക് നിയമിക്കപ്പെട്ട മാസം. അപ്പോൾ റബീഉൽ അവ്വലിന് എന്ത് പ്രാധാന്യം എന്ന് ചിലർ പറയാറുണ്ട്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ആയത്ത് തന്നെ മതി അല്ലേ, ധാരാളമാണ്. എന്നാൽ റമദാൻ മാസം നാം പല അമലുകളും ചെയ്യും. ആ കൂട്ടത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം എല്ലാ കാലത്തും വലിയ മഹത്വമുള്ള അമലാണ്. അത് ഈ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം വലിയ അമല്. അത് പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല, പ്രസംഗത്തിലേക്ക് നീങ്ങുകയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യതകല്ലമ മഅല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനുമായി നേരിട്ട് സംസാരിക്കണം എന്നാരെങ്കിലും ആശിക്കുന്നുണ്ടെങ്കിൽ, ആശിക്കാത്തവരുണ്ടാകുക, അള്ളാഹിനെ ഒന്ന് കണ്ടിട്ട് നേരിൽ സംസാരിക്കണം അല്ലെ, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫൽയഖ്റഅൽ ഖുർആൻ, അവൻ ഖുർആൻ ഓതട്ടെ. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായി മാറണം. ഒരു ചുരുങ്ങിയ പേജുകളെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഓതണം. അപ്പൊ ഖുർആൻ ഓതലിന് വലിയ പ്രാധാന്യമുണ്ട് എല്ലാ അവസരത്തിലും. എന്നാൽ റമദാൻ മാസം അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എല്ലാ ദിവസവും ഓരോ ഖത്തം വീതം ഓതും. റമദാൻ മാസമായാൽ 2 ഖത്തം വീതം ഓതും. ചരിത്രമാണ്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ഈ റബീഉൽ അവ്വൽ മാസം നാം പല അമലുകൾ ചെയ്യും. എന്നാൽ പൊതുവിൽ നാം അല്ലാഹുവിന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള അമലുകളിൽപ്പെട്ട ഒരു അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം. അത് റബീഉൽ അവ്വൽ മാസമായാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കൂ, മൗലിദ് പാരായണം അത് വലിയ പ്രാധാന്യമുള്ളതാണ്. ശരി തന്നെ, മൗലിദ് പാരായണം അങ്ങനെ ഒരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന സഹാബത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ അടുത്ത 3 നൂറ്റാണ്ട് കാലങ്ങളിൽ ജീവിച്ച് ഇരുന്ന മഹാത്മാക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ മൗലിദ് പാരായണം നടത്തിയിട്ടുണ്ടോ? ഏതായാലും ഉണ്ടാകണം അല്ലേ. കാരണം അക്കാലത്തൊന്നും ഇല്ലാത്തൊരു പരിപാടി ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഉസ്താദുമാരുടെയൊക്കെ അനുമതിയോടുകൂടി ആശീർവാദത്തോടുകൂടി നടക്കൂലല്ലോ അല്ലേ. എന്നാൽ നമുക്ക് വേഗം മൗലിദ് പാരായണം
അവിടെ PKP ഉസ്താദ് പറഞ്ഞു മൗലിദ് എന്നാ വായിക്കേണ്ടത്, മൗലൂദ് എന്നൊന്നും വായിച്ചു കളയരുത് അല്ലേ, ശ്രദ്ധിച്ച. മൗലിദ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മൗലിദിന് ജനനം എന്നർത്ഥമുണ്ട്, ശ്രദ്ധിക്കണേ. മൗലിദ് ജനനം, അല്ലെങ്കിൽ ജനന സ്ഥലം, ജനന കാലം, ജനന ചരിത്രം, ജന്മദിനം, ജനന തീയതി, സാധാരണ നമ്മൾ പറയുന്ന ബർത്ത്ഡേ, ഇതൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇതിന് മൗലിദ്. മൗലിദ് പാരായണം നടത്തുക എന്ന് പറയുമ്പോൾ ആ മൗലിദിന്റെ മൈന എന്താ ശ്രദ്ധിച്ചിട്ടില്ല? മൗലിദിന്റെ വാക്കർത്ഥം ജനനം, ജനന സ്ഥലം, ജനന കാലം, ജനന ചരിത്രം, ജന്മദിനം, ജനന തീയതി അല്ലേ? മൗലിദ് പാരായണം എന്ന് പറയുമ്പോ ആ മൗലിദിന്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞൂടെ? ജനന ചരിത്രം പറയല് അല്ലേ? ജനന ചരിത്രം പറയല് എന്നാണ്. അപ്പൊ നമുക്ക് വേഗം പിടികിട്ടും. ഈ ജനന ചരിത്രം പറയല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലായിരുന്നുവെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എവിടുന്നാ കിട്ടുക? അതുപോലെ സഹാബത്തിന്റെ, സലഫു സാലിഹീങ്ങളുടെ ഒക്കെ കാലത്ത് ആ പരിപാടി ഇല്ലെങ്കിൽ ആ ജനന ചരിത്രം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക അല്ലേ? അപ്പൊ അക്കാലത്തൊക്കെ വേണ്ടതാണ്. ഉണ്ടായിരുന്നു എന്ന് ചെറിയൊരു പരിചയം തരാം. വളരെ ശ്രദ്ധിക്കുക. നാം റബീഉൽ അവ്വലിലേക്ക് കിടക്കുകയാണ്, പരക്കെ മൗലിദ് പാരായണം നടക്കണം. ഏതാനും ഉദ്ധരണികൾ ഞാൻ വ്യാഖ്യാനിക്കൊന്നും ചെയ്യില്ല, നേരെ ഭാഷാർത്ഥം മാത്രം. കാലൽ ഹസനുൽ ബസരിയു ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹസനുൽ ബസരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞു. ആരാ ഹസനുൽ ബസരി? സഹാബിയല്ല, പക്ഷേ 70-ലധികം സഹാബികളുടെ ഇടയിൽ ജീവിച്ചിരുന്നയാളാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആശിച്ചു, ലൗ കാനലി എനിക്കുണ്ടാവുകയാണെങ്കിൽ മിസ്ലു ജബലി ഉഹുദിൻ ദഹബ, ഉഹുദ് പർവ്വതത്തോളം സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ ലഅൻഫഖ്തുഹു, അതിനെ ഞാൻ ചെലവാക്കുമായിരുന്നു, അലാ ഖിറാഅത്തി മൗലിദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന ചരിത്ര പാരായണത്തിന്. അപ്പൊ ഹസനുൽ ബസരി തങ്ങളുടെ കാലത്ത് മൗലിദ് പാരായണം ഉണ്ടായല്ലോ ഇല്ലേ? സംശയം വല്ലതുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. അതുപോലെ കാലൽ ജുനൈദുൽ ബഗ്ദാദിയു റഹിമഹുല്ലാ, വലിയ മഹാൻ, പരിചയപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ നീണ്ടുപോകും. അദ്ദേഹം പറയാണ്, മൻ ഹദറ, ആരെങ്കിലും സന്നിഹിതനായ മൗലിദർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണ സദസ്സിൽ ആരെങ്കിലും ഹാജരായി, അല്ലമ ഖദറഹു, അതിന്റെ സ്ഥാന വലുപ്പത്തെ അവൻ ബഹുമാനിച്ചു, ഫഖദ് ഫാസ ബിൽ ഈമാനി, അവൻ ഈമാൻ കൊണ്ട് രക്ഷപ്പെട്ടു. അവൻ ഈമാൻ സലാമത്തായിട്ടേ മരിച്ചു പോവുകയുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒക്കെ പെടുത്തട്ടെ. അതുപോലെ ഇനി മഅറൂഫുൽ ഖർഹി പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അദ്ദേഹം പറയുകയാണ്, മൻ ഹയ്യ, ആരെങ്കിലും തയ്യാർ ചെയ്താൽ ലി അജലി ഖിറാഅത്തി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി തആമൻ, ഭക്ഷണം തയ്യാറ് ചെയ്തു, സുഹൃത്തുക്കളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി, സിറാജൻ, പ്രത്യേക വിളക്ക് വെച്ചു. ചിലടത്ത് കാണാം പകൽ സമയത്തൊക്കെ ഉച്ച സമയത്തൊക്കെ മൗലിദ് ചെല്ലുമ്പോൾ വിളക്ക് കത്തിക്കുന്നത്. വെളി കാണാനല്ല, എന്തിനാണ്? ആ സദസ്സിനെ ബഹുമാനിച്ചു. സിറാജ് ലബിസ ജദീദ്, അല്ല പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ആ മൗലിദ് ചലിക്കുന്നയാള് അത്തറ് പൂച്ചി, ജമ്മല, നല്ല അഴകുള്ളവനായി മാറി. എന്തിന്? തഅദീമല്ലി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മൗലിദ് പാരായണത്തെ ബഹുമാനിച്ചുകൊണ്ട്. എന്നാൽ അസ്റഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, മഅൽ ഫിർഖത്തിൽ ഊല, ഒന്നാം കക്ഷികളോടുകൂടി, അതായത് മിനൻ നബിയീൻ, പ്രവാചകന്മാരോടുകൂടി,
വകാന അവനാകുന്നതാണ് ഫി അലാ ഇല്ലിയീൻ ഇല്ലിയീനിൽ അത്യുന്നതമായ സ്ഥാനത്ത്. വമൻ ഖറഅ ആരെങ്കിലും ഓതി പാരായണം ചെയ്തു മൗലിദ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് അലാ ദറാഹിമ മസ്കൂക്കത്തി ഫില്ലത്തൻ കാനത്ത് ഔ ദഹബൻ സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയങ്ങളുടെ മേൽ. ഇത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കണ്ടിരുന്നു. മൗലിദ് പാരായണം ചെയ്യുന്ന സദസ്സിൽ നാണയങ്ങൾ പൈസ കൊണ്ടേക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നിട്ട് വഖാലത്ത തിൽക ദറാഹിമ ആ നാണയം കൊണ്ടുപോയിട്ട് അവൻ കലർത്തി മയ ദറാഹിമ മറ്റ് അവന്റെ വരക്കുള്ള പൈസകളോടൊപ്പം പെട്ടിയിലും അളുമാരിയിലും ഒക്കെ ഈ ചില്ലറ പൈസ കൊണ്ടുപോയിട്ടിട്ടു. എന്നാൽ മഹാനവറുകൾ പറയുകയാണ് വഖഅത്ത് ഫീഹൽ ബറക്കത്ത് അതിൽ ബറക്കത്ത് ബാക്കിയാകും അവന്റെ മുതലിൽ. വലാ യഫ്തഖിറു സാഹിബുഹ അതിന്റെ ആള് ഇനി ദരിദ്രനായി പോവുകയില്ല. വലാ തഫറുഹു യദുഹു അവന്റെ കൈ വലഞ്ഞു പോവുകയില്ല. ബി ബറക്കത്തി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്തുണ്ട്. ഇന്ന് എല്ലാവരും പറയല്ലോ ബറക്കത്തില്ല ബറക്കത്തില്ല അല്ലേ? ഏടെ ബറക്കത്തുണ്ടാകല് അല്ല, ബറക്കത്തുള്ള വലിയ മഹാന്മാര് ഉസ്താദുമാര് എങ്ങനെയായാലും അവരുടെ പൈസയിൽ ഇങ്ങനെയുള്ള സദസ്സിലെ പൈസ എങ്ങനെയെങ്കിലും കഴിയും. അത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ബറക്കത്തുകളുടെ കൂട്ടത്തിൽ അവർക്ക് വലിയ ബറക്കത്തുള്ള ആളുകളാണ്. അതിന് ഒരു കാരണം നീട്ടി പറയാൻ സന്ദർഭമില്ല. ഇനി ഇമാം യാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു മൻ ജമാലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ഒരുമിച്ച് കൂട്ടി ഇഖ്വാനൻ സുഹൃത്തുക്കളെ വഹയ്യ തആമൻ ഭക്ഷണം പാകം ചെയ്തു പരക്കെ ഇപ്പോൾ പള്ളികളിൽ മദ്രസകളിലൊക്കെ മൗലിദ് പാരായണം നടക്കും അല്ലേ? അവിടെയൊക്കെ ഭക്ഷണ പൊതി വിതരണം ചെയ്യും. ചിലരിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇറച്ചി വേരിയും കൊടുക്കും. അല്ല നല്ലത് ഭക്ഷണം പൊതിയാക്കി കൊടുക്കലല്ല നല്ലത്. മെനക്കട സാധിക്കായിട്ട് ചിലരുണ്ട് അങ്ങനെയില്ല, ഇറച്ചി വേരിയും കൊടുത്തേക്കത് ഇറച്ചി വേരിയും പിടിന്ന് വാങ്ങാൻ കിട്ടും. ഇതല്ല വേണ്ടേ. ഈ മൗലിദിന്റെ സദസ്സിലെ പള്ളിയിലെ മദ്രസയിലെ ഈ ചോറ് തന്നെ കിട്ടണം. ഭക്ഷണം പാകം ചെയ്യണം. അങ്ങനെ എന്താണ് ഭക്ഷണം പാകം ചെയ്തു. പിന്നെ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് കാരണക്കാരനായി. എന്നാൽ അശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമുക്ക് നിർത്താം. ഇനി അവസാനം ഒരു ഉദ്ധരണി കൂടി, അത് വളരെ ശ്രദ്ധിക്കണം. കാല സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി. സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി പറയുന്നു, അല്ല എഴുതുന്നു, ഫി കിതാബിഹി അദ്ദേഹത്തിന്റെ കിതാബിൽ അൽ വസായിലി ഫി ശറഹി ശമായിൽ. സുയൂത്തി ഇമാമിന് ഒരു കിതാബുണ്ട്, ആ കിതാബിൽ അദ്ദേഹം എഴുതുകയാണ് മാമിൻ ബൈത്തിൻ ഒരു പുരയുമില്ല, ഔ മസ്ജിദിൻ അല്ലെങ്കിൽ പള്ളി, ഔ മഹല്ലത്തിൻ അല്ലെങ്കിൽ ഒരു മഹല്ലത്ത്, ഉരിയ ഫീഹി അവിടെ വെച്ച് ഓതപ്പെടും മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ്. ഇല്ല ഹഫത്തിൽ മലായിക്കത്തു മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ. ഈ സദസ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് മലക്കുകൾ പൊതിഞ്ഞിട്ടല്ലാതെ. ബി അഹ്ലി ദാലിക്കൽ മക്കാനി ആ സ്ഥലക്കാരെ വഅമ്മഹുമുല്ലാഹു തആല ബിർറഹ്മത്തി അവർക്ക് ഒന്നടങ്കം അല്ലാഹു റഹ്മത്ത് ചെയ്യും. വൽ മുതവ്വഖൂന ബിന്നൂർ മുതവ്വഖൂന ബിന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലായിക്കത്ത് ലനം അലൈഹിസ്സലാം പറയും യഅനി ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ കർബായില വ ഐനായില വസ്സാഫൂൻ വൽ ഹാഫൂൻ വൽ കറൂബിയൂൻ. ഫഇന്നഹും ഈ മലക്കുകളെല്ലാം തന്നെ യുസല്ലൂന അവർ പൊറുക്കലിനത്തോടും അലാ മങ്കാന സബബൽ ഖിറാഅത്തി മൗലിദിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് കാരണക്കാരായവരുടെ മേൽ അല്ലാഹു ഇവരൊക്കെ പൊറുക്കലിനത്തോടും. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കൂ, അദ്ദേഹം എഴുതുന്നു വമാ മിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമും തന്നെയില്ല ഉരിഅ ഫീ ബൈത്തിഹി അയാളുടെ വീട്ടിൽ വെച്ച് ഓതപ്പെടും മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഇല്ലാ റഫഅല്ലാഹു തആല അല്ലാഹു ഉയർത്തി കളഞ്ഞിട്ടല്ലാതെ അൽ കഹ്ത ക്ഷാമം, വൽ വബാഅ പ്ലേഗ്, വൽ ഹർക തീപിടുത്തം, വൽ ആഫാത്തി കാലക്കേട്, വൽ ബലിയാത്തി അത്യാഹിതങ്ങൾ, വൻ നഖബാത്തി അനിഷ്ട സംഭവങ്ങൾ,
വൽബുഗ്ള ക്രോധം, വൽഹസദ അസൂയ, വഅനസുഹി കണ്ണേർ, വല്ലുസൂസ കള്ളന്മാരുടെ ശല്യം, ഇതൊക്കെ ഉയർത്തപ്പെടുന്നതാണ് അൻ അഹ്ലി ദാലിക്കൽ ബൈത്തി, ആ പോരക്കാരെ തൊട്ട്. ഫൈദാ മാത്ത, അങ്ങനെ അവസാനമോ മരിച്ചാൽ ഹബ്ബറല്ലാഹു തആല അലൈഹി, അല്ലാഹു അവന്റെ മേൽ എളുപ്പമാക്കി കൊടുക്കും ജവാബ മുങ്കരിൻ വ നക്കീർ, മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി. വകാന, അവനാകും ഫി മഖഅദി സിദ്ഖിൻ, ഏറ്റവും തൃപ്തികരമായ സ്ഥാനത്ത്, മരീക്കും മുഖത്തതിരിൻ, രാജാധിപതിയും സർവശക്തനുമായ അള്ളാന്റെ അടുക്കൽ. ഇനി എങ്ങനെ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടോ മറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫിത്നയൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ ചോദിക്കല്? അങ്ങനെ ഇത് മൗലിദ് ഉണ്ടെങ്കിൽ നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദം മൗലിദ് ഉണ്ടായിരുന്നോ എന്നല്ലേ ചോദിക്കല്? എന്ത് തോന്നിയ ദിവസമാണ് ചോദിക്കുന്നത്? ആദം നബിയുടെ ജനന ചരിത്രം അത് എവിടുന്നാ പിന്നെ കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിത്തരാതെ, ഖുർആനിലില്ലേ ആദം നബി അലൈഹി സ്വലാമിന്റെ ജനന ചരിത്രം? എത്ര നബിമാരുടെ ചരിത്രങ്ങൾ ഓതിയിട്ടുണ്ട്. മങ്കൂസ് മൗലൂദിൽ ഇപ്പൊ ഓതും, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ. അത് ഖുർആനിലുള്ളതല്ലേ അല്ലേ? ഞങ്ങൾക്കൊക്കെ ആയത്തറിയാം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാരി. ഞങ്ങൾക്കൊക്കെ ആയത്ത് കാണപ്പെടുന്നുണ്ട്. ഞങ്ങളൊക്കെ ആയത്ത് കാണപ്പെടാക്കിയത് ബദർ മൗലിദ് ഓതിയിട്ടാണ്. ഇത് ഖുർആനിലുണ്ടോ മറ്റുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും ഇവിടെ ഫിത്ന ഉണ്ടാക്കരുത്. അത്രക്കാരോട് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തെ വെറുതെ ഭിന്നിപ്പിക്കരുത്. വെറുതെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് ഇവിടെ ശക്തിയൊക്കെ കുറയ്ക്കുക. അമുസ്ലിം സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. ആ അവസ്ഥ മാറ്റിവെക്കണം. റബീഉൽ അവ്വൽ കൂടിയുണ്ട് ഒരു തരം ഞരമ്പ് രോഗം. എന്താ മൗലിദിനെതിരിൽ രംഗത്തിറങ്ങി? എന്തിനാണത്? ആകെ പരിശോധിച്ച് നോക്കിയാൽ മുഅ്മിനീങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കണം അല്ലേ? ആ ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് ആ സുഹൃത്തുക്കളൊന്നും വെറുതെ ആക്ഷേപിക്കുകയല്ല, അറിഞ്ഞുകൂടായിട്ടാണ്, മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. അപ്പൊ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവര് കാണിച്ചു തരുന്ന ആ പാത, അത് ശരിയായ പാതയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ യാതൊരു അബദ്ധവും പറ്റുകയില്ല. ആ മഹാന്മാരിൽപ്പെട്ട അതിന്റെ കേന്ദ്ര നേതാക്കളിൽ പലരും ഇപ്പോൾ തന്നെ സദസ്സിലുണ്ട്. നമ്മുടെ പിന്നെ മഹാനായ TS ഉസ്താദ്. വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കേരളത്തിന്റെ ഇൽമിന്റെ ഉറവിടം ആണ് മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുടെ പേരമകൻ കൂടിയാണ്. അങ്ങനെ പരമ്പരാഗതമായി പരിശുദ്ധ ഇസ്ലാം ദീൻ കൊണ്ട് നടക്കുന്ന മഹാന്മാരായ ഉസ്താദുമാർ. ആ ഉസ്താദുമാരൊന്നും ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയല്ല. PK ഉസ്താദ് പറഞ്ഞ എന്താ? റബീഉൽ അവ്വലാണ്, എല്ലാവരും മൗലിദ് ചൊല്ലണം, മങ്കൂസ് മൗലിദ് ചൊല്ലണം. ഒരു തമാശയായിട്ട് മനസ്സിലാക്കരുത്, വളരെ ഗൗരവത്തിലെടുക്കണം. എല്ലാ വീടുകളിൽ വെച്ചും മൗലിദ് പാരായണം എപ്പോഴും നടക്കണം. റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച്, അത് 12-ന് പ്രത്യേകിച്ച്, അതുപോലെ മറ്റുള്ള റബീഉൽ അവ്വൽ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച്, അതുപോലെ പള്ളികളിൽ, മദ്രസകളിൽ, മഹല്ലത്തുകളിലൊക്കെ നടക്കണം. വലിയ ഘോഷയാത്രകൾ നടക്കും. എനിക്കൊരു അഭിപ്രായമുണ്ട്, ഇനി ഘോഷയാത്ര എന്ന് പേര് പറയരുത്. അതുപോലെ എന്ത് നബിദിന റാലി, ആ പേരൊന്നും പറയരുത്. മൗലിദ് ജാഥ, അങ്ങനെയൊക്കെ പേര്. എന്താ? എന്നിട്ട് മൗലിദ് ചൊല്ലിക്കൊണ്ടുള്ള ഘോഷയാത്ര, മുദ്രാവാക്യങ്ങൾ, അതൊന്നും നമ്മുടെ റാലികളിൽ ഉണ്ടാകാറില്ല. അവന് മുദ്രാവാക്യങ്ങളൊന്നും വേണ്ട. സലാത്ത് ചെല്ല, അതുപോലെ അസ്റക്ക ചെല്ല, അതുപോലെ മങ്കൂസ് മൗലൂദിലെ തുടക്കത്തിലുള്ള എന്താണ്? അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറ്റുന്ന ഈ പിന്നെ വൈത്തുകളൊക്കെ ചെല്ല. എന്നിട്ട് നാടെങ്ങനെ ചുറ്റി, ആ നാടിലാകെ അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാന്റെ ബറക്കത്ത് ഇറങ്ങും. ഇതാരെങ്കിലും പറയുന്നതല്ല. മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അദ്ദേഹത്തെക്കാൾ വലിയ ആരെങ്കിലും ഇനി വരാനുണ്ടോ? അദ്ദേഹത്തിന് ശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതൊക്കെ അനാചാരമാണ്, തെറ്റാണ് എന്ന് പറയുന്ന ആരെങ്കിലും വന്നാൽ അയാളെ കുറിച്ച് ആദ്യം പരിശോധിക്കേണ്ടത് അയാൾ സുയൂത്തി ഇമാമിനേക്കാൾ വലിയ ആളാണോ എന്നാണ്, അല്ലേ? അതെ, അവരും ഒന്നും പറയില്ലല്ലോ ഞങ്ങൾ സുയൂത്തി ഇമാമിനേക്കാൾ വലിയ ആളാണെന്ന്. അതുകൊണ്ട് എല്ലാ ഫിത്ന, ഫസാദ് ഇതൊക്കെ നിർത്തിവെച്ച് എല്ലാവരും
നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ കീഴിൽ കേരളക്കാർ എന്നല്ല ലോകത്തുള്ള മുഴുവൻ ആളുകൾ നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശം അതാണ് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. ആ ആദർശം സ്വീകരിക്കുന്നവരൊക്കെ സമസ്തക്കാരെന്ന് തന്നെ പറയാലോ. അപ്പൊ ലോകം മുഴുവനും പിന്നെ നീണ്ടു നിൽക്കുന്ന ആ ഉസ്താദുമാരെ കാൽപ്പാട് പിൻപറ്റി പിന്നെ നാം മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഈ കാലം വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ച് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് നാം മൗലിദ് പാരായണത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും പിന്നെ അല്ലെ മൗലിദ് പാരായണല്ലേ, നമുക്ക് വേഗം മൗലിദ് ചെല്ലാം. മൗലിദ് ചെല്ലിയതിനു ശേഷം ചെറിയൊരു ദുആവും, അത് കഴിഞ്ഞിട്ടേ പോകാവൂ. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.